ഓക്കെ ഓക്കെ ചെയ്യാം. ഓക്കെ, അപ്പത്തിന് ചെയ്തല്ലോ. Okay, good morning all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yeah, morning. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ലേറ്റ് ആയി പോയി. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ പാടാം മാം, കൊറേ ക്ലാസ് കയറിയിട്ട്. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. So high, you can't get over it. So deep, you can't get under it. So wide, you can't get around it. Oh, wonderful love. Good morning, ma'am. Yeah. Okay, next. Thought of the day ഞാൻ പറയാം മാം. Don't allow your mind to tell your heart what to do. The mind gives. Paulo Coelho. Okay, then sign in. സൈൻ പറയട്ടെ മാം. ഇല്ല എന്നാണ് സമയപരിമിതി കൊണ്ട്. എന്നാൽ ഇന്ന് ഗുരുപൂർണിമയാണ് അല്ലേ? നമ്മുടെ ഗുരുക്കന്മാരെയൊക്കെ നമസ്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. എല്ലാവരും ആശീർവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ. ഐ എം ധന്യ ഫ്രം പാലക്കാട്. Gurupurnima is a festival which is dedicated to our gurus. It falls on the full moon day of Ashada month. It marks the birthday of Maharishi Vedavyasa. He is considered to be the guru of entire human race. Guru Purnima reflects the importance of guru in our lives. They show the right path to lead our life. We should always obey and respect gurus. ഗുരു എന്നാൽ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും അശാന്തിയിൽ നിന്നും ശാന്തിയിലേക്കും തിന്മയിൽ നിന്നും നന്മയിലേക്കും നയിക്കാൻ നമ്മൾ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മാം. Okay, then how are you all? Fine, ma'am. What about you? Fine, ma'am. How is you? Yeah, always good. Okay, പിന്നെ എന്തൊക്കെയുണ്ട്? ഇന്ന് നിങ്ങൾ എന്താണ് ക്ലാസ്സിൽ എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ? ചെയ്യുന്നുണ്ടോ? Yes, Sample of course. Exam preparation. Of course. അതിനു വേണ്ടിയാണ് എല്ലാവരും ജോയിൻ ചെയ്തത് അല്ലേ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് എന്നാണ്? 15-ാം തീയതി എക്സാം അല്ലെ? 15-നാണ് എക്സാം അല്ലേ? ആണോ? ടെൻഷൻ ഉണ്ടോ? അതെ 15-ാം തീയതി. കാരണം ഒരു മാസം ഇന്റേൺഷിപ്പിന് പോയ കാരണം എല്ലാം പ്രശ്നമായിട്ട് കിടക്കാണ്. ഇംഗ്ലീഷ് 10 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 10 മതി. എന്തിനാ കൂടുതൽ? 10 മതിയില്ല മാം. ഒരെണ്ണം തെറ്റി 2 മാർക്ക് പോവില്ലേ? അതാണ് 2 മാർക്ക് പോവും. മിസ്സേ വേറെ ഒന്നുമല്ല. ആദ്യം ഒന്നും കൂടെ കറക്റ്റ് ഏതൊക്കെ പാഠം എല്ലാം ഒന്ന് പറഞ്ഞുതരണേ. കറക്റ്റ് ഏതൊക്കെ പാഠം പഠിക്കണം പ്ലീസ്. നല്ലത് ക്വസ്റ്റ്യൻ പറഞ്ഞാ പോരെ? അതായാലും മതി. അത് വേണ്ട. അതായാലും മതി. മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. നൗൺ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന റിലേറ്റീവ് പ്രോണൗൺ എന്ന പോർഷനിൽ നിന്നാണ് കേട്ടോ. റിലേറ്റീവ് പ്രോണൗൺ വരുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് വരാൻ നോക്കാം. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യാവേ, ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ചെയ്യാവേ. പ്രത്യേകം ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട് ചെയ്തെങ്കിലും വെക്കുക. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ അതാണേ. I know this guy
dash uncle is my neighbor. ഇത് റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇത് തന്നെ വല്ലൊന്നും ഒരു നിർബന്ധമില്ല, ഇത് തന്നെ വരെയുമില്ല, വേറെ കാര്യം. ഓക്കെ, സോ ഓപ്ഷൻസ് who, whom, whose ഇതാണ് ഓപ്ഷൻ. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് വരാം എന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങള്. I know this guy dash uncle is my neighbor. എല്ലാവരും ടെക്സ്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയൂ. ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ. I know this guy dash uncle is my neighbor. Whose ആണ്? Yeah, whose. കറക്റ്റ് ആണ് കേട്ടോ, ഹൂസ് ആണ്. എനിക്ക് ഇയാളെ അറിയാം, ഇയാളുടെ അങ്കിൾ ആണ് എന്റെ നൈബർ. അപ്പൊ ആരുടെ അങ്കിൾ എന്നായിരിക്കും ചോദിക്കുക. സോ ഹൂസ് ആണ്, ഹൂസ് അങ്കിൾ ഈസ് മൈ നൈബർ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. This is the girl dash lives with me. This is the girl dash lives with me. Answer. Clear. Who lives with me? Who ആണ് വരാ. കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ റിലേറ്റീവ് പ്രോണൗണിൽ വരൂ. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഓക്കെ, ക്ലിയർ. ഇനി നെക്സ്റ്റ് പിന്നെ ഉള്ളത് നമ്മുടെ നൗണിൽ തന്നെ നമുക്ക് നമ്മുടെ എംഫാറ്റിക് പ്രോണൗൺ, റിഫ്ലെക്സീവ് പ്രോണൗൺ ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, ക്ലിയർ. ആ ഒരു പോർഷൻ ക്വസ്റ്റ്യൻ വരും. ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ. മറ്റേ അവർ സെൽഫ്, യുവർ സെൽഫ് അതൊക്കെ വരണം. മൈ സെൽഫ്. ഓക്കെ. സിമ്പിൾ ആണ്. ഓക്കെ, പേടിക്കാനൊന്നുമില്ല. ഇത് നോക്കി. He heard dash എന്തായിരിക്കും വരാം? himself. Himself. ഇതിലും ഡൗട്ട് ഉണ്ടോ? സ്ലോ ആണല്ലോ. ആൻസർ എന്താണ്? സ്ലോ ആണല്ലോ എല്ലാവരും. മാം ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാമോ? ഇത് എടുക്കുവാ മാം, അതാ സ്ലോ ആവുന്നേ. He heard dash. He heard dash. സിമ്പിൾ ആണ്. സബ്ജക്ട് എന്താണ്? ഹി ആണ്. സോ അവൻ അവനെ തന്നെ ഹേർട്ട് ചെയ്തു എന്നാണ് വരാ. ഹി ഹേർട്ട് ഹിംസെൽഫ്. ഓക്കെ, ഇനി അവിടെ ഷീ ആണെങ്കിലോ? ഷീ ഹേർട്സ് എന്ത് വരും? ഹെർസെൽഫ്. ഹെർസെൽഫ്. ഇറ്റ് ആണെങ്കിലോ? ഇറ്റ്സെൽഫ്. ഓക്കെ, ഇനിയിപ്പോ അവിടെ ഒരു ഇനിയിപ്പോ എന്താണ്, ഒരു ബേർഡ് ആണെന്ന് വിചാരിക്കും. ദ ബേർഡ് ഡാഷ്. ആട്ടോ എന്തെങ്കിലും വരട്ടെ, കുഴപ്പമില്ല. എന്നാലും എന്തായിരിക്കും വരാ അവിടെ? itself. ഇറ്റ്സെൽഫ്. ഇറ്റ്സെൽഫ് ആണ് കേട്ടോ, ഇറ്റ്സെൽഫ്. ഓക്കെ, ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരാം. ഓക്കെ, ക്ലിയർ. ഹി ഹേർട്ട് ഹിംസെൽഫ്, അത് ഷീ ആണെങ്കിൽ ഹെർസെൽഫ്. ഇനി എന്തെങ്കിലും ഒരു അനിമലോ എന്തെങ്കിലും ആണെങ്കിൽ, തിങ്സോ ആണെങ്കിൽ ഇറ്റ്സെൽഫ് ആണ് വരാം. ഓക്കെ, ഇറ്റ്സെൽഫ്. അപ്പൊ 4 ക്വസ്റ്റ്യൻ കിട്ടി. നോട്ട് ചെയ്തു. ഓക്കെ, എന്താ സന്തോഷം അല്ലേ? എന്താ സന്തോഷം. ഇനി അടുത്ത് ഏതാണ്? ഇപ്പോ ആർട്ടിക്കിൾ. ഞാൻ പറഞ്ഞു ആർട്ടിക്കിളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആർട്ടിക്കിളിൽ നിന്ന് ഒരു കോൺവേർഡ് ഉണ്ട്, പക്ഷെ നമ്മൾ കോൺവേർഡ് എടുത്തിട്ടില്ല. എന്നാലും ഞാൻ പറഞ്ഞുതരാം അത് എങ്ങനെയാണെന്ന്. ഓക്കെ, ഞാൻ കോൺവേർഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. ആർട്ടിക്കിൾ എന്ന് വരുന്നത് ഇപ്പോ എക്സാമ്പിൾ
ഓപ്ഷൻ ഇല്ല കേട്ടോ. ഓപ്ഷൻ തരാതെ നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും നോക്കി. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. വിട്ടേക്കൂ. ഹീസ് ഡാഷ് ഇന്റലിജന്റ് ഗായ്. ഹീസ് ഡാഷ് ഇന്റലിജന്റ് ഗായ്. ആർട്ടിക്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും, ഏതായിരിക്കും വരാം അവിടെ? ആണോ മാം? ആൻ ആണ്. ഹീസ് ആൻ ഇന്റലിജന്റ് ഗായ്. ഹീസ് ആൻ. തമന്ന. മിസ്സേ ആൻ ഇടാൻ പോയതാ. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? എനിക്ക് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട് മിസ്സേ. എന്താണെന്നറിയോ, ഈ ആൻ വവ്വൽ സൗണ്ടിന്റെ ഫ്രണ്ടിൽ വരുന്ന നമ്മൾ മനസ്സിലാക്കുന്നെന്ന് പറഞ്ഞില്ലേ, അത് വരെ ഓക്കെ ആയിരുന്നു. പിന്നെ വന്നിട്ട് ഈ ആ സൗണ്ട് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഓക്കെ, ഇന്റലിജന്റ് പറയാലോ. ഇന്റലിജന്റ്, ഇന്റലിജന്റ് സൗണ്ട്. ഇത് സൗണ്ട് കേട്ട് നോക്കേണ്ടി വരും. കുറച്ചൊക്കെ പഠിച്ചു വെക്കൂ കേട്ടോ. സൗണ്ടിന് ബേസ് ചെയ്ത് നോക്കണ്ട, കുറച്ചൊക്കെ പഠിച്ചു വെക്കൂ. ഏതിന്റെ കൂടെ ഏതൊക്കെ വരും എന്ന് പഠിച്ചു വെക്കാം. അപ്പൊ പിന്നെ കൺഫ്യൂഷൻ വരില്ല. ആൻ ആണ്ട്ട് വരാം. ആൻ ഇന്റലിജന്റ് ഗായ് എന്ന് വരും. ഇനിയിപ്പോ നെക്സ്റ്റ് ഇതാണെങ്കിലോ, പ്ലീസ് ഗീവ് മീ ഡാഷ് കപ്പ് ഓഫ് ടീ. പ്ലീസ് ഗീവ് മീ എ കപ്പ് ഓഫ് ടീ. എ കപ്പ് ഓഫ് ടീ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ആർട്ടിക്കിളിൽ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടിയോ? ഇതിപ്പോ എത്ര ക്വസ്റ്റ്യൻ ആയി? 6 ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, നെക്സ്റ്റ് ഞാനിപ്പോ ഏതിനാണെന്ന് ചോദിക്കുന്നില്ല. ഇനി ചിലപ്പോ നമുക്ക് നമ്മുടെ ഈസ് ആർ ഉണ്ടല്ലോ, ഓക്സിലറീസിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിപ്പോ എങ്ങനെയാണ് വരാ? A boy and a girl dash sitting there എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് വരുന്നത് ഈസ് ആം ആർ, ഈസ് ആർ ആം ആർ. എന്തായിരിക്കും ക്വസ്റ്റ്യൻ? ആൻസർ എന്തായിരിക്കും? ആറാണ്. ഇപ്പൊ കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ്. പക്ഷേ ഇത് കോൺവേർഡ് എന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് അത് ആൻസർ അറിയാം. ഇനി ഞാൻ പ്രത്യേകിച്ച് അതിന് മാറ്റം വരുന്നില്ല, കാരണം ഇതിനെ കുറച്ചുകൂടെ നമുക്ക് പറയേണ്ടതുണ്ട്. ഞാൻ എക്സാം കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തോളൂ. ഓക്കെ, ഇനി അതിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഇങ്ങനെ നിൽക്കട്ടെ, എക്സാം കഴിയുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. കാരണം കോൺവേർഡ് എടുക്കാത്തൊരു പോർഷൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ അറിയാം. ഓക്കെ, ആറാണ് കേട്ടോ. A boy and a girl are sitting there. If I study well, I dash better mark. ഇതില് എക്സാം ഓപ്ഷൻസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. If I studied well, I dash a better mark. I would get.
എന്താണ് വരാ? നല്ല solution. ഈ എല്ലാ രണ്ട് ഓപ്ഷനും ഇല്ലേ മിസ്സേ? എന്തായിരിക്കും മീനിങ് എന്താ വരാ? ഞാൻ നല്ലതുപോലെ പഠിച്ചിരുന്നെങ്കിൽ അതാണ് പ്രശ്നം. സ്റ്റഡീഡ് വന്നോണ്ട് ഗോട്ടാക്കി മിസ്സേ. അറിയാം. ഞാനില്ലേ ആദ്യം വെല്ല് എന്നുള്ളത് വില്ലാണ് വായിച്ചത്. വില്ല ഗോഡ് ബെറ്റർ മാർക്ക് എന്നാണ് ഞാൻ ചിന്തിച്ചത്. സോറി. ഞാനും ഗോഡ് ബെറ്റർ മാർക്ക് അതാ ഉദ്ദേശിച്ചത്. അല്ല നന്നായി പഠിച്ചിരുന്നെങ്കിലെന്നാണോ? പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഐ വിൽ ഗെറ്റ് വരും അല്ലേ? ഐ വിൽ വിൽ ഗെറ്റ് ഗെറ്റ് വരും അല്ലേ? ഇത് സ്റ്റഡീഡ് പാസ്റ്റ് ടെൻസ് അല്ലേ, അതുകൊണ്ട് പണിയാണ്. വുഡ് ആയിരിക്കും വരിക. ആണോ? എനിക്ക് പേടിയോ. എനിക്ക് പേടിയാകുന്നു. എന്തിനാ പേടിക്കുന്നേ? എന്തായിരിക്കും വരാ? വുഡ് ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, കൺഫ്യൂഷൻ മാറിയോ? കൺഫ്യൂഷൻ ആണല്ലോ ഫുള്ള്. ബാക്കി എന്താണിത്? എന്താണ് ആൻസർ? എന്താണ്? പാസ്റ്റ് ആണ്. ഇപ്പോ ഞാൻ ഇഫ് ഐ പ്രാക്ടീസ്ഡ് സോറി എന്തായിരുന്നു? ഇഫ് ഐ സ്റ്റഡീഡ് വെൽ, ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടിയേനെ അല്ലെ? എനിക്ക് മാർക്ക് കിട്ടിയേനെ. അപ്പോ എന്തായിരിക്കും വരാ? വുഡ് അല്ലേ മാം? കിട്ടിയേ വുഡ് അല്ലേ? എന്താണ്? വുഡ് ആണോ? വില്ല് വരുമ്പോ കിട്ടും എന്നല്ലേ ഉദ്ദേശിക്കുന്നല്ലേ? അപ്പൊ തെറ്റല്ലേ? തെറ്റാണ്. ഐ വുഡ് ഗെറ്റ് I would get better mark.
get better. അപ്പൊ ഗോട്ടാണോ മാം വരിക? അത് കൺഫ്യൂഷൻ ആയി. ആകെ കൺഫ്യൂഷൻ ആയി. ക്വസ്റ്റൻ അവിടെ നിൽക്കട്ടെ. ഓക്കെ, ക്ലിയർ ചെയ്ത് തരാമേ. അടുത്ത ക്വസ്റ്റൻ നോക്കിയെന്നാലേ. If I were you, I dash the rope. എന്തായിരിക്കും വരാ? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കില് ഞാൻ റൂം ഷെയർ ചെയ്തേനെ. ചെയ്തേനെ, ചെയ്യും എന്നാണോ ചെയ്തേനെ എന്നാണോ വരാ? നീ വേണ്ടാതെ ഞാൻ റൂം ഷെയർ ചെയ്യും എന്നാണോ? റൂം ഷെയർ ചെയ്തേനെ എന്നാണോ പറയാ? ഷെയർ ചെയ്തേനേന്നല്ലേ മാം? അപ്പൊ വുഡ് ഷെയർ ആണോ? വുഡ് അല്ലേ മാം? വുഡ് വരുമോ? വുഡ് ഷെയർ ആണ്. അപ്പം ആദ്യത്തെ ക്വസ്റ്റൻ എന്തായിരിക്കും? അപ്പൊ ആൻസർ എന്തായിരിക്കും? വുഡ് ഗെറ്റ് ബെറ്റർ മാർക്സ്. കിട്ടിയേനെ എന്നാ പറയാ. അപ്പൊ വുഡ് ഗെറ്റ് അല്ലേ? അല്ലേ? മറ്റേത് കിട്ടുമെന്ന് വരും. വില്ലാണെങ്കിൽ കിട്ടും, ചെയ്യും. അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, അത് മാറ്റി, അതായത് ഇപ്പം ഇഫ് ഐ സ്റ്റഡി വെൽ ആണെങ്കിൽ ഐ വിൽ ഗെറ്റ് ബെറ്റർ മാർക്ക് വരുമോ? സ്റ്റഡി അത് നോക്കണ്ടേ നമ്മളിപ്പോ? സ്റ്റഡീഡ് അല്ല കേട്ടോ, സ്റ്റഡി ആണ് ഞാൻ ഉദ്ദേശിച്ച. സ്റ്റഡി ആണേ, സ്റ്റഡീഡ് ആയതാണ്, ഫാസ്റ്റ് ആയതാണേ. സോറി, എന്റെ മിസ്റ്റേക്ക് ആണ്. സ്റ്റഡീഡ് അല്ലേ? സ്റ്റഡീഡ് അല്ല, സ്റ്റഡി ആണ്. ഒന്നുകൂടി സ്റ്റഡീഡ് വെൽ, അങ്ങനെയാണെങ്കിൽ എന്ത് വരും? മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. രണ്ടും നോക്കി വെച്ചോളൂ നിങ്ങൾ കേട്ടോ. സ്റ്റഡീഡ് നോക്കൂ, സ്റ്റഡിയും നോക്കൂ. രണ്ടും എന്തായിരിക്കും വരാ? അപ്പോ സ്റ്റഡീഡ് ആണെങ്കിൽ വുഡ് ഗെറ്റ് വരും. സ്റ്റഡി ആണെങ്കിൽ വരും. ഓക്കെ അതാ ചോദിച്ചത്. സെറ്റ് അല്ലേ? സ്റ്റഡീഡ് ആണെങ്കിൽ വുഡ് ഗെറ്റ്, സ്റ്റഡി ആണെങ്കിൽ വിൽ ഗെറ്റ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ നോക്കി വെച്ചു. ഓക്കെ മിസ്സേ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഹലോ മിസ്, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്കൂ. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഇത് വരില്ലേ? ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ആണെങ്കിൽ ഐ വുഡ് ഹാവ് ഗോട്ട് അങ്ങനെയല്ലേ വരാ? അങ്ങനെയാ വരാ. അപ്പൊ ഇത് ഓർത്തിരിക്കാനുള്ള 3 ഈസി ആയിട്ടുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോ. ഇഫ് ഐ സ്റ്റഡി, അത് V1 ഫോം വരുമ്പോ അതർ സൈഡില് വില്ല് വരും, വിൽ പ്ലസ് V1 വരും. ഫസ്റ്റ് പാർട്ടില് V2 ഫോം വരുമ്പോ വുഡ് പ്ലസ് V1 വരും. ഹാഡ് പ്ലസ് V3 ഫോം വരുമ്പോ വുഡ് ഹാവ് പ്ലസ് V3 ഫോം വരും. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. സിമ്പിൾ. സെൻസ് ചെയ്താ നോക്കിയാ മതി കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് സ്റ്റഡി ആണ്. ഇഫ് ഐ സ്റ്റഡി ആണെങ്കിൽ അത് പ്രസന്റ് ആണ്, പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? നേരിട്ട് തന്നെ വീട്ടിലേക്ക് പോകുന്നത്. സ്റ്റഡീഡ് ആണെങ്കിൽ അത് പാസ്റ്റ് ആണ്. അപ്പൊ കിട്ടിയേനെ അപ്പൊ വുഡ് ഗെറ്റിലേക്ക് പോകും. ഇനിയിപ്പോ എന്തെങ്കിലും പെർഫെക്റ്റ് ആണ്, ഹാവ് സ്റ്റഡീഡ് ആണെങ്കിൽ എന്തിലേക്ക് വരും? വുഡിന്റെ കൂടെ ഹാവ് വരും. ദാറ്റ്സ് ഓൾ. ഓക്കെ, ക്ലിയർ? അപ്പൊ രണ്ടും കിട്ടിയല്ലോ. 3 ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. ഇത് ഇഫ് ഐ വേർ യു, അവിടെയും വുഡ് വരും അല്ലേ? ഇഫ് ഐ വേർ യു, വേർ വന്നോണ്ടാണോ അല്ലെ? പാസ്റ്റ്. ഓക്കെ വേറെ വന്നോണ്ടാണ്, പാസ്റ്റ് ടെൻസ് ആണ്. വേറെ വന്നോണ്ടാണ്. മറ്റേതും കൂടി പറഞ്ഞാൽ ക്ലിയർ ആവില്ലേ മാം? ഇഫ് ഐ, അത് അങ്ങനെ പറയും, അതൊരു പ്രസന്റ് ആയിട്ട് പറയാൻ പറ്റുമോ? വേറെന്തെങ്കിലും കൂടെ പ്രസന്റ് ആയിട്ട് പറയാം.
ഓക്കെ നോക്കി നെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ. ഇഫ് യു ആർ വിത്ത് മീ ഐ ഡാഷ് ദ റൂം. നീ എന്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇത് വരും. I will share the room. That's all. Okay, I will share the room. ഇപ്പൊ 4 ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഈ 4 ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ ട്ടോ. ഇതിൽ ഏതെങ്കിലും 2 വരും. ഓക്കെ ക്ലിയർ? ഇപ്പൊ 10 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 10 അല്ല 12 ക്വസ്റ്റ്യൻ എന്താ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതിനെ ക്വസ്റ്റ്യൻ വരുള്ളൂ കേട്ടോ ഈ മോഡൽ. ഇപ്പോ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു മോഡലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് ടേം 1ന്റെ എക്സാമിന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആണ്. ഓക്കെ സമാധാനമായോ എല്ലാവർക്കും? ആശ്വാസമായില്ലേ? ഇത്രയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ ഇനി എന്താണ്? ഇനി എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇനി എന്തെങ്കിലും പറയൂ. എനിക്കും ആശ്വാസമായി. ഇനിയിപ്പോ എനിക്ക് ടേം 1ൽ എടുക്കാനുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് കോൺവേർഡ് ആണ് കേട്ടോ. കോൺവേർഡ് ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല, നിങ്ങളുടെ എക്സാം കഴിയട്ടെ. കാരണം ഇപ്പൊ കോൺവേർഡ് എടുക്കാൻ നിങ്ങൾക്ക് ആകെ കൂടെ കൺഫ്യൂഷൻ വരും. യൂണിറ്റ് 5 ആർട്ടിക്കൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി കോൺവേർഡ് ആണ് എടുക്കാനുള്ളത്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാ വരാന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇപ്പോ ഞാൻ ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങളൊന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതൊന്ന് നോട്ട് ചെയ്തൊക്കെ വെക്കുക. ഓക്കെ എന്നിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇംഗ്ലീഷ് എങ്ങനെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ അതാണ് നല്ലത്. അപ്പൊ പഠിച്ചതും പറയുന്നതൊക്കെ മറന്നു പോകണ്ട. ഓക്കെ അവിടെ ഇംഗ്ലീഷ് ഫുൾ മാർക്ക് കിട്ടണം എല്ലാവർക്കും കേട്ടോ. ഞാൻ നോക്കാം. ഓക്കെ ഇനിയിപ്പോ ഇത്രയേ ഉള്ളൂ. ടേം 1ൽ എനിക്ക് കോൺവേർഡ് മാത്രം എടുക്കാനുള്ളൂ. ബാക്കി വേറൊന്നുമില്ല. മറ്റെല്ലാം കംപ്ലീറ്റ് ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്? ഇനി ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി എന്ത് ഡൗട്ട് ചോദിക്കാനല്ലേ? മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നു. എന്ത് ഡൗട്ട്? അപ്പൊ ഈ ടേം 1ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ നമ്മുടെ ഇതുള്ള ആർട്ടിക്കിളുടെ അതില് ആൻ നേരത്തെ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കി വെക്കട്ടെ. കുളമാവുന്നു എനിക്ക് സൗണ്ട് നോക്കുമ്പോ. ആ സൗണ്ട് ഒന്നുകൂടി പറയാമോ? അയ്യോ ആ സൗണ്ട് ഒന്നുകൂടി പറയാമോ? ഏതിനൊക്കെ ഫ്രണ്ടിൽ ആൻ ചേർക്കണേ? അയ്യോ ഈ സ്വരങ്ങൾ ഒന്നുകൂടി പറയാമോ? AEIOU എന്നാണ് നമ്മൾ പൊതുവെ പറയാ. പക്ഷെ എങ്ങനെയാണ് അത് ശരിക്കും? അതിപ്പോ ഒരു വ്യത്യാസം വന്നില്ല സർ. പുതിയ രീതിയില് പണ്ട് നമ്മ ക്ലാസ്സിൽ പഠിച്ച പോലെ അല്ലല്ലോ. അയ്യോ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഇപ്പൊ പറയാണെങ്കിൽ ഞാനിപ്പോ ടൈപ്പ് ചെയ്തൊരു വാക്ക് ഒന്ന് വായിച്ചേ നിങ്ങള്. അനദർ ആണ്. യെസ് അനദർ. ഇതോ? എലിഫന്റ്. അല്ലെ? എ ആണോ? എ അല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ. ഇ അല്ലല്ലോ പറഞ്ഞ? അല്ല. ഓക്കെ അപ്പൊ എ ആണ്. എ അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ വവൽസിൽ എ എന്ന് പറയുന്ന സൗണ്ട് എങ്ങനെയാണ് വരാം? എ ആണോ? അങ്ങനെ. സെക്കൻഡ് ഇ. എങ്ങനെയാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്തേ? എലിഫന്റ് അല്ലെ? ഇ അല്ല. ഓക്കെ ഇതോ? ഇന്റലിജന്റ്. ഐ ആണോ നമ്മൾ പ്രൊണൗൺസ് ചെയ്തേ? ഐ സൗണ്ട് ആണോ? ഇന്റലിജന്റ് അല്ലെ? ഇ. ഓക്കെ ഇനി
ബാക്കി എല്ലാം സെയിം ആണ്. ഇതോ അംബ്രല്ല. ഇതോ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി. അപ്പൊ ഇതിനകത്ത് ഏതാണ് മിസ്റ്റേക്ക് തന്നെ? വവൽസിൽ ഇല്ലാത്ത ഏതാണ്? ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മലയാളത്തിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്ത് തരാമോ? ഞാൻ പറയുന്ന മലയാള സ്വരാക്ഷരങ്ങൾ എനിക്ക് ടെക്സ്റ്റ് ചെയ്ത് തരാം. ഞാൻ പറയുന്നത് കേട്ടോ. ഫസ്റ്റത്തത് ആ. ഒന്നിച്ച് ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ആ എഴുതൂ. ആ നമ്മുടെ ഫസ്റ്റത്തെ മലയാളം എഴുതുന്ന ആ ഒരുമിച്ച് ടൈപ്പ് ചെയ്താൽ മതി. എല്ലാവരും നിരത്തി പിടിച്ച് എഴുതാം. ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് ആ, ദെൻ എ എഴുതൂ. എലി എന്ന് പറയില്ലേ, ആ എ എഴുതൂ. അതിനുശേഷം ഈ എഴുതൂ. ഇല എന്ന് പറയുന്ന ഈ. അതുകൊണ്ട് ഓ. ഓക്കെ. ദെൻ ഉ എഴുതൂ. ഉറി എന്ന് പറയുന്ന ഉ. ആ എ ഇ ഓ ഉ. ഓക്കെ. ഇനി ടെക്സ്റ്റ് ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്യൂ. ഓക്കെ. ഇനി ഇംഗ്ലീഷിന്റെ ഇപ്പൊ എ ഇ ഐ ഒ യുവിന്റെ പ്രൊണൗൺസിയേഷൻ ആണ് ഞാൻ ഇപ്പൊ ടൈപ്പ് ചെയ്തത്. മനസ്സിലായോ? എങ്ങനെയാ പ്രൊണൗൺസ് ചെയ്യാ? ആ. ഇ എന്താണ്? എ. ഐ എന്താണ്? ഇ. ഓക്കെ. ഓ തന്നെയാണ്. യു അല്ല, ഉ ആണ്. ഓക്കെ. ഇറ്റ്സ് ഉ സൗണ്ട്. ഓക്കെ. ക്ലിയർ? ഇനിയിപ്പോ അംബ്രല വരുമ്പോ അത് അംബ്രല ആയിട്ട് മാറും. അംബ്രല. ക്ലിയർ? യൂണിവേഴ്സിറ്റി എന്തായിരുന്നു? യു സൗണ്ട് ആണ്, നോട്ട് ഉ സൗണ്ട്. അത് അത് യുക്ക് ശേഷം ഏത് ലെറ്റർ ആണോ വരുന്നത് അതിനനുസരിച്ചിട്ടല്ലേ യുവിന്റെ പ്രൊനൗൺസിയേഷൻ മാറുന്നേ? അതെ, അങ്ങനെ മാറും കേട്ടോ. പക്ഷെ കറക്റ്റ് ആ ഒരു ലെറ്ററിനെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് ഉ എന്നാണ്. ഞാൻ ഫോണിക്സ് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് ഈ സൗണ്ട്. ഫോണിക് സൗണ്ടിന്റെ വെച്ചിട്ടല്ലേ മിസ്? അതെ. ഫോണിക്സില് മെയിൻ ആയിട്ട് സൗണ്ട്സ് ആണ് വരുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഞാൻ ഇത് എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഉ സൗണ്ട് ആണ്, നോട്ട് യു അല്ലാതെ ഉ ആണ്. അപ്പൊ മാം ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോഴേ യു വന്നെങ്കിൽ പോലും നമ്മള് ഉ പറയാത്തോണ്ട് അവിടെ എ വരും, അങ്ങനെ ചിന്തിക്കണോ? ഇനി ഒരിക്കലും ഊ തന്നെ വരുമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം യൂണിവേഴ്സിറ്റി നമ്മൾ യൂണിന്നാ പറയാം, യാവച്ചിട്ടാ പറയുന്നത്. ഊ വരുന്നില്ല അവിടെ. അപ്പൊ അതിനപ്പുറത്തുള്ള വേർഡ്സിനെ ബേസ് ചെയ്തിരിക്കും അതിന്റെ സൗണ്ട് മാറാം. അപ്പൊ നമുക്ക് മിസ് പറഞ്ഞാൽ ഇപ്പോഴത്തേക്ക് കുറച്ച് വേർഡ്സ് അങ്ങനെ പഠിച്ചാ പോരെ? വവൽസിൽ വരുന്നതും പിന്നെ ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ കിട്ടുമല്ലോ ഇതില്. ഓക്കെ. അങ്ങനെ പഠിച്ചു വെക്കുക കുറച്ച്. പിന്നെ നമുക്ക് ഫോണിക്സ് എടുക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. കാരണം ഫോണിക്സിൽ ലെറ്റേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, അപ്പൊ കുറച്ച് ക്ലിയർ ആവും. ഓക്കെ. ഇപ്പൊ നിങ്ങൾ തൽക്കാലം എക്സാമിന് വേണ്ടി ഇത്രയും പഠിക്കൂ. ബാക്കി ഞാനത് ക്ലിയർ ചെയ്ത് തരാം നിങ്ങൾക്ക്. അത്യാവശ്യം ഡൗട്ട്സ് ഉണ്ട് എല്ലാവർക്കും, ക്ലിയർ ചെയ്യാം കേട്ടോ. Just wait a second. ഇപ്പോ നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരുന്ന കുറച്ച് വേർഡ്സ് നോക്കി. യൂറോപ്യൻ ഈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ നമ്മളിത് പറയുന്നത് എങ്ങനെയാണ്? യൂറോപ്യൻ അല്ലെ? ആണോ? അതെ മാം. സ്റ്റാർട്ട് ചെയ്ത യുക്കാലിപ്റ്റ് ഒരു മരമാണ്. യുക്കാലിപ്സ് എന്ന് പറഞ്ഞ മരം, അത് ഈയാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? യുക്കാലിപ്സ് എന്നല്ലേ പറയാ, അല്ലെ? ഓയിൽ സ്റ്റാർട്ട് ചെയ്ത വൺ എങ്ങനെയാ പറയാ? ഓയിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നമ്മൾ പറയുന്നത് വൺ എന്നല്ലേ? യൂണിഫോം കണ്ടോ? യൂണിഫോം, യൂണിയൻ, യൂണിവേഴ്സിറ്റി, യൂണിറ്റ്, ഇതൊക്കെ യുലാണ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും അതിന്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത് യു ആയിട്ടാണ്, നോട്ട് ഉ ആണ്. ഉ സൗണ്ട് അല്ല. ഓക്കെ.
ഇനിയിപ്പോ അംബ്രല കണ്ടോ, കറക്റ്റ് ആണ്. ഓണസ്റ്റി, ഊ സൗണ്ട് വെച്ചിട്ടുള്ള വേർഡ്സ് ഉണ്ടോന്ന് നോക്കി കഴിഞ്ഞാല് കുറവാണെന്ന് തോന്നുന്നത്. ഊവിന് അങ്ങനെ ഊ സൗണ്ട് ആയിട്ട് വരുന്നില്ല. യു ആണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയല്ലോ? മാം. ഓക്കെ, സൗണ്ടിനെ കുറിച്ചുള്ള ടെൻഷൻ വേണ്ട കേട്ടോ. നമുക്കത് ഫോണിറ്റിക്സ് പഠിക്കുമ്പോൾ ഞാൻ ക്ലിയർ ചെയ്തരാം. യുവാൻ വരുമ്പോ പല പ്രൊണൗൺസിയേഷൻ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ ആൾജം, യെസ് കണ്ടോ, അങ്ങനെയാണ് കുറെ സൗണ്ട്സ് വരുന്നുണ്ട്. അത് പറയുന്നുണ്ട് ഞാൻ ഫോണിറ്റിക്സിൽ. ഇപ്പൊ ഞാൻ എങ്ങനെയാ പറയാ, ഫോണിറ്റിക്സ് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാം കേട്ടോ, ഒരുപാട് സൗണ്ട്സ് ഉണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സൗണ്ട്സ് ഫോണിറ്റിക്സിൽ വരുന്നുണ്ട്. അന്നേരം നിങ്ങളത് കേൾക്കുമ്പോൾ ചിരിക്കും, കുറക്കെ ചിരിക്കുകയും ചെയ്യും. കുറച്ചുപേര് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കാം, അത്ഭുതപ്പെട്ട് നിൽക്കാം, അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ ഇംഗ്ലീഷില്. ഓക്കെ, നമ്മൾ പറയുന്ന പോലെ അല്ല പല സൗണ്ട്. മനസ്സിലായോ? വ്യത്യാസമുണ്ട് കേട്ടോ, ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ നോക്കുന്നത് ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോ നമ്മൾ നോക്കിയത് ഫസ്റ്റ് ലെറ്റേഴ്സ് അല്ലേ, ഫസ്റ്റ് വരുന്ന ലെറ്റർ സൗണ്ട് ആണ് ഇപ്പൊ നോക്കുന്നത്. പക്ഷെ ഫോണിറ്റിക്സ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഒരുപാട് ലെറ്റർ, ഫസ്റ്റ് അല്ല ഫുൾ ലെറ്റേഴ്സിന് സൗണ്ട്സ് ഉണ്ട്. ടി ആണെങ്കിൽ നമ്മൾ പറയുന്ന ABCD ഒരിക്കലും ABCD അല്ല, തെറ്റാണ്, പൊട്ട തെറ്റാണത്. ഓക്കെ, അ ബ സ ഡ എന്നൊക്കെയാണ് സൗണ്ട് വരാൻ, നോട്ട് ABCDEFG, തെറ്റാണ്. ഓക്കെ, സൗണ്ടിന് ശരിയാ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫുള്ള് സൗണ്ട് ABCD എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് അവർക്കും ഫുള്ള്. നിങ്ങൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ആണ് കേട്ടോ, അതുകൊണ്ട് ഇതൊക്കെ അറിയേണ്ടതാണ്. കാരണം നമ്മള് പഠിപ്പിക്കാൻ ചെല്ലുമ്പോ കൂടുതലും ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളാണ് അവര് കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യുക. നമ്മൾ പറയുന്ന ഓരോ വേർഡും അവർ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന ഓരോ ആക്ഷൻസ് ആണെങ്കിലും, കാണിക്കുന്ന ആക്ഷൻസ് ആണെങ്കിലും, പറയുന്ന വേർഡ്സ് ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ, അവര് ഒരുപാട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഓരോ വേർഡും കറക്റ്റ് പ്രൊണൗൺസിയേഷനിൽ തന്നെ പറയാൻ ശ്രമിക്കാന്നല്ല, അങ്ങനെ തന്നെ പറയാം. കാരണം നമുക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും വരുന്ന ജനറേഷൻ ഉണ്ടാകരുത്. കാരണം നമ്മൾ പഠിച്ചത് അങ്ങനെയൊക്കെ തന്നെയാണ്, ABCD എന്നാണ് പഠിച്ചത്. പക്ഷെ അങ്ങനെയല്ല പഠിപ്പിക്കേണ്ടതും അങ്ങനെയല്ല. ഇനിയെങ്കിലും ഇനി അങ്ങോട്ട് എന്റെ കുട്ടിക്ക് സ്പെൽ ബി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 50ഓളം വേർഡ് നമ്മൾ കാണാതെ പഠിക്കണം. അപ്പൊ അങ്ങനെ ഓരോ വേർഡിൽ പഠിച്ചപ്പോ അതില് ആന്റിന്ന് തന്നെ ഞാൻ പഠിപ്പിച്ചു വിട്ടു. പക്ഷെ പുള്ളപ്പ ആന്റിന്ന് AUNTY കുട്ടി വളരെ നന്നായിട്ട് പറയും. പക്ഷെ അവിടെ ചെന്നപ്പോ ഓറ്റെന്ന് കേൾപ്പിക്കാൻ തുടങ്ങി. പുള്ളക്കറിയില്ല എന്താ ഈ പറയണേന്ന്. ഞാനാണ് വേദിയിലിരുന്ന് ചിരിച്ചു. കാരണം ചില കൊച്ചെന്റെ അടുത്ത് ചോദിക്കാണ്, എന്റെ മുഖത്തേക്ക് നോക്കി, ഇത് ഞാൻ പഠിച്ചിട്ടില്ലാത്ത വേർഡാ. പക്ഷെ അത് എന്റെ ഒരു തെറ്റാണ്. ആ ഒരു സൗണ്ട് അനുസരിച്ച് കൊച്ചിനെ പഠിപ്പിച്ചില്ല. അതുപോലെ തന്നെ കങ്കാരു എന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ ഇങ്ങനെ പറയില്ല. പക്ഷെ അതൊക്കെ അത് ആ ഒരു വാക്കില് അദീപിന് ഞാൻ മാക്സിമം പറഞ്ഞു കൊടുക്കുന്നത് സൗണ്ട് അനുസരിച്ച് മാത്രമാണ്. ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ, കാറും എയറും ഒക്കെ. അത് ചിലത് ഈ ലാസ്റ്റ് വരുന്ന വേർഡ്സും ഫോണറ്റിക്സിൽ പ്രൊനൗൺസ് ചെയ്യില്ലല്ലോ. കാ എന്നല്ലേ കേൾക്കത്തുള്ളൂ, പറയില്ലല്ലോ. അതേപോലെ എയർ, അതാ ചിരി ഓരോ ദിവസം എനിക്ക് ചിരി വന്നു. ക്ലാസ്സിൽ പോയിട്ട് ചിരിച്ച ഓർമ്മ. ദയ വേയ എന്നേ പറയുള്ളൂ, പറയില്ലല്ലോ. മാം അതുപോലെ നമ്മള് Z എന്നല്ലേ പഠിച്ചിരിക്കണത്, ഇപ്പൊ പിള്ളേര് Z എന്നല്ലേ പറയാ. അപ്പൊ ഞാന് Z ABCDയിലെ Z എന്നല്ലേ നമ്മള് പഠിച്ചത്, ഇപ്പൊ അവർക്ക് Z എന്നല്ലേ പറയാ. അപ്പൊ ഞാന് മോന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഞാന് Z എന്നാ നമ്മള് പഠിച്ചിരിക്കുന്നത്. നമ്മള് പറഞ്ഞു കൊടുക്കുമ്പോ അമ്മയ്ക്ക് ഒന്നും അറിയില്ല, ഇത് Z പറയാ. വൈബ്രേറ്റിംഗ് സൗണ്ട് ആണ് വരാ. ഇപ്പൊ ഞാൻ ഇന്റേൺഷിപ്പ് പോണടത്തൊക്കെ ഈ ഫോണിറ്റിക് സൗണ്ട് വെച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കണേ. എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും, നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ഫുൾ യൂട്യൂബില് മൊത്തം ഈ ഫോണിറ്റിക്സ് നോക്കലാണ് പണി.
പഠിക്കണോട്ടോ. ഫോണിക്സ് ആണ് ശരിക്കും മെയിൻ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫോണിക്സ് ആണ് കേട്ടോ. ഞാൻ ഫാദർ എന്ന് പറയുന്ന ഒരു വേർഡ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്നും പ്രൊണൗൺസ് ചെയ്യാതെ. ഇപ്പൊ ഞാൻ പറഞ്ഞു തെറ്റാണ്, പക്ഷെ എന്തായിരിക്കും പ്രൊണൗൺസിയേഷൻ എന്തായിരിക്കും എന്ന് പറഞ്ഞേ, പറയൂ എല്ലാവരും. ഫാദർ 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 No. ഫാദർ It's not. No, no. Father. It's a father. Father. മാം നമ്മൾ 6 പറയാൻ പറഞ്ഞില്ല, ഫാദർ എന്നേ പറഞ്ഞോളൂ. അതായത് ചോദിച്ചു ആറ് നമ്മുടെ ഉള്ളിലേക്ക് പോകും, നമ്മൾ വിഴുങ്ങും, അത് പുറത്തോട്ട് വരില്ലാന്നേ ഉള്ളൂ. ഉള്ളിലുണ്ട് ആറ്. ഫാദർ. ഇവിടെ സൗണ്ട് ഉണ്ട്, എ, അതായത് ആ സൗണ്ട് എന്താണ്? എ സൗണ്ട് ആണ്. എ നോട്ട് ആ സൗണ്ട് അല്ല ഇവിടെ വരാം. എ ഫേദർ ഫേദർ. അപ്പൊ ദ എങ്ങനെയാ വരാ? ഇറ്റ്സ് സൗണ്ട് ആണ്. ആൻഡ് സൗണ്ട് വരുന്നുണ്ട്. റാ വരുന്നത് ഉള്ളിലേക്ക് പോകും, നോട്ട് റാ അല്ല, ആർ ആർ. ആ സൗണ്ട് ആണ് വരാ, നോട്ട് ആർ. ഇല്ല, ആർ സൗണ്ട്. അപ്പൊ ഫാദർ ഫാദർ, മദർ ബ്രദർ, ഇങ്ങനെയാ വരാ. നോട്ട് ഫാദർ മദർ ബ്രദർ അങ്ങനെയല്ല. ഓക്കെ, വ്യത്യാസമുണ്ട്. ശരിക്കും ഞാൻ പറയുമ്പോ പോലും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഇല്ല. അതുകൊണ്ട് പ്രൊണൗൺസിയേഷൻ എപ്പോഴും നിങ്ങൾ കേൾക്കുക. ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട് അത് എപ്പോഴും കേൾക്കാൻ നോക്കുക, കേട്ട് പഠിക്കുക. അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് പറയാം. ഈ ഇംഗ്ലീഷുകാർ പറയുന്ന പോലെയാണ് കേൾക്കുമ്പോൾ ചിരി വരും എന്നൊന്നും ചിന്തിക്കണ്ട. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണ്, അങ്ങനെ തന്നെ പഠിക്കണം. ഇനി വരുന്ന പിള്ളേർ അങ്ങനെയൊക്കെ തന്നെ പഠിക്കണ്ടേ. ഒരിക്കലും ഫാദർ എന്ന് പഠിപ്പിക്കരുത്. ഓക്കെ, ഫെദർ കറക്റ്റ് ഒരു പ്രൊണൗൺസിയേഷനിൽ. ഫെദർ വേറെ, ഫാദർ വേറെ. ആപ്പിൾ നോട്ട് ആപ്പിൾ, ആപ്പിൾ അല്ല, ആപ്പിൾ. ഓക്കെ, ആ സൗണ്ട് ഞാൻ അത് കാണിച്ചു തരണം നിങ്ങൾക്ക്. അതെങ്ങനെയാണ് സൗണ്ട്സ് വരാന്ന് കാണിച്ചു തന്നിട്ടേ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും. അല്ലാതെ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ എല്ലാം ഒരേപോലെ നിങ്ങൾക്ക് കേൾക്കാം, പക്ഷെ അങ്ങനെയല്ല. കോൺടെക്സ്റ്റ് ഓരോന്നിനും നമുക്ക് നമ്മുടെ ആൽഫബറ്റ്സ് ABCയിലേക്കില്ലേ, അതുപോലെ ഫോണിക്സിന് ഓരോ, നമ്മളിതിനെ ലെറ്റേഴ്സ് എന്നാണ് പറയുന്നതെങ്കിൽ ഫോണിക്സിൽ അതിന്റെ സൗണ്ട്സ് എന്നാ പറയാം. അതുകൊണ്ട് ഒരുപാട് സൗണ്ട്സ് ഉണ്ട്. 44 സൗണ്ട്സ് ഫോണിക്സിലുണ്ട്. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 26 ഉള്ളൂ എങ്കിലും ഫോണിക്സ് 44 ആണുള്ളത്. അത്രത്തോളം സൗണ്ട്സ് ഉണ്ട്. അത്രത്തോളം സൗണ്ട്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര സ്ട്രെയിൻ വരും ആ ക്ലാസ് എടുക്കുമ്പോൾ. കാരണം ഞാൻ അടുപ്പിച്ച് ഫോണിക്സ് നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ എടുക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്, അത് ഒരു പോർഷൻ ആണ് ഫോണിക്സ്. അടുപ്പിച്ച് 2 മണിക്കൂറൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുക. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെ വേണ്ടി വരും, ഭയങ്കര സ്ട്രെയിൻ വരും. അത്രയും സൗണ്ട്സ് നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കുമ്പോഴേ അത്യാവശ്യം സ്ട്രെയിൻ ആണത്. അപ്പോ നമുക്ക് കാണാം, ആ ടൈമിൽ എടുക്കാം. ഇപ്പൊ വെറുതെ ഞാൻ എന്തിനാണ് പറയുന്നത്, അല്ലാതെ ഒരുപാട് കാര്യം നമുക്ക് പഠിക്കാനുണ്ട്, അതൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പോ എക്സാമിന് ബേസ് ചെയ്തുള്ള ടെൻഷനൊക്കെ മാറി. ഇംഗ്ലീഷിന്റെ അത്യാവശ്യം പോർഷൻസ് ഒക്കെ പറഞ്ഞു, ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നു. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്താണ്, ഇനി എന്തെങ്കിലും എന്നോട് പറയാൻ? മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ENOUGH നമ്മള് സാധാരണ അത് ഉച്ചരിക്കുമ്പോൾ അത് എങ്ങനെ വരിക? ഇനോ അങ്ങനെയാണോ വരിക, അല്ല ഇനഫ് എന്നാണോ? ആ ഒരു ഡൗട്ട് ഇന്നലെ ഇനഫ് എന്നല്ലേ. ഞാൻ ഇന്നലെ എന്റെ ഒരു ട്യൂഷൻ എടുത്ത കുട്ടിയായിരുന്നു. അപ്പൊ അവളെ ക്ലാസ്സിന് ടീച്ചർ പറഞ്ഞു കൊടുത്തത് ഇനവ് എന്നാ പോലും. അപ്പൊ ഞാൻ പറഞ്ഞു അതങ്ങനെ ഉച്ചരിക്കോ? എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇനഫ് എന്ന് നമ്മൾ സാധാരണ അത് ഉച്ചരിക്കുക? ഇനഫ് ആയിരിക്കില്ല, അതല്ലേ എഫ് ആയിരിക്കില്ല അവിടെ പറയാ, വ്യത്യാസം വരും. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് വരുന്ന ഓരോ വേർഡും ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കി, വേറെ സൗണ്ട് ആയിരിക്കും പറയാ. മനസ്സിലായോ? ആര് പറയുന്നത് കേൾക്കില്ല. അതെ, നമ്മൾ പണ്ടുടങ്ങി പഠിച്ചു ഇറ്റ്സ് ഇനഫ് എന്ന് പറയും. പക്ഷെ അത് ചിലപ്പോ ഇനഫ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. മനസ്സിലായോ? GH വരുമ്പോ അത് എന്ത് സൗണ്ടിലേക്കാണ് വരാൻ നോക്കുക. ക്ലിയർ? ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ കറക്റ്റ് ആണെന്നില്ല കേട്ടോ. ഞാനും പെർഫെക്റ്റ് ഒന്നല്ല ഫോണിക്സിൽ, ഒട്ടും പെർഫെക്റ്റ് അല്ല ഞാൻ. അപ്പൊ ഞാൻ പറയുന്നത് കറക്റ്റ് ആവണമെന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഗൂഗിളിൽ ടൈപ്പ് ചെയ്യാ, നോക്കുക. ഏറ്റവും നല്ല കാര്യമാണ്. ആര് പറയുന്നത് കേൾക്കണ്ട. നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടോ, നിങ്ങൾ ടൈപ്പ് ചെയ്ത ആ സൗണ്ട് ടൈപ്പ് ചെയ്തപ്പോ എനിക്ക് ഇനഫ് അങ്ങനെ തന്നെയാണ് വന്നത്. പക്ഷെ അവിടുന്ന് ടീച്ചർ പഠിപ്പിച്ചത് ഇനവ് എന്നാണ് വായിക്കേണ്ടതെന്ന്. എനിക്ക് ആകെ കൺഫ്യൂഷനായി. ഗൂഗിൾ പറയുന്നത് കേട്ടാ മതി, ടീച്ചർ പറയുന്നത് കേട്ടാ മതി. ഓക്കെ, കാര്യമായിട്ടാണ് കേട്ടോ. ഗൂഗിൾ പറയുന്നത് കേൾക്കൂ. ടീച്ചേഴ്സിന് ചിലപ്പോ അവര് പറയുന്ന സൗണ്ട് നമ്മൾ കേൾക്കുന്നത് അങ്ങനെ ആവണമെന്നില്ല. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അതിങ്ങനെ വാശി പഠിക്കുന്നത്. അങ്ങനെയല്ല, ഇങ്ങനെയാന്ന് ടീച്ചർ പറഞ്ഞത്, ഞാൻ അങ്ങനെ പറയൂ. ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ പറഞ്ഞോട്ടെ. ടീച്ചറോട് പിന്നെ ഡൗട്ട് ചോദിക്കാന്ന് വിചാരിച്ചു. അവളെ ക്ലാസ് ടീച്ചറെ തന്നെ വിളിച്ചിട്ട്.
അതാണ് കണ്ടോ, ടീച്ചേഴ്സിനെ എത്രത്തോളം പിള്ളേര് നോക്കുന്നുണ്ട് നോക്കിയാ നിങ്ങള്. അവര് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഞാൻ എന്റെ മോളെ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ അങ്ങനെയാണ് പഠിപ്പിച്ചെന്ന് പറയുള്ളൂ. മനസ്സിലായോ? അത്രത്തോളം നമ്മൾ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ടീച്ചേഴ്സ് ആണ്, നിങ്ങൾ പഠിപ്പിക്കേണ്ടതാണ്. സോ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം പോവാൻ. മനസ്സിലായോ? തെറ്റ് പറഞ്ഞു വെക്കരുത് കേട്ടോ. എപ്പോഴും ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ തെറ്റൊരിക്കലും പറഞ്ഞു വെക്കരുത്. നമുക്ക് തന്നെ അത് ഉറപ്പ് വേണം, നമ്മൾ തന്നെ പഠിക്കണം, തന്നെയാണോ എന്നൊക്കെ നോക്കി നമുക്ക് ഷുവർ ആണെങ്കിൽ മാത്രം അത് പോയി പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും കൺഫ്യൂഷൻ ഉള്ള ഒരു ടോപ്പിക്കും ഒരുപാട് നമ്മൾ അവിടെ പോയി പറയരുത്. സപ്പോസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും ഞാൻ നോക്കിയിട്ട് പറയാം എന്ന് പറയാം, അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാഷ്വൽ ആയിട്ട് ഒന്ന് ആ ടോപ്പിക് കണ്ട് വിട്ട് കളയാം, എന്നിട്ട് പിറ്റേ ദിവസം പോയിട്ട് പറഞ്ഞു കൊടുക്കാം. ഒരിക്കലും തെറ്റ് പറഞ്ഞു കൊടുക്കരുത്. ഇതാണോ, ചിലപ്പോൾ ഇതായിരിക്കും എന്നൊന്നും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. ഷുവർ ആണെങ്കിൽ മാത്രം ക്ലാസ്സിൽ പോയി പറഞ്ഞാൽ മതി. കാരണം കൊച്ചു കുട്ടികളാണ്. അവര് ലാസ്റ്റ് പറയും ടീച്ചർ ഇങ്ങനെ പറഞ്ഞു തന്നു എന്ന് പറയും, അങ്ങനെ തന്നെ പറയും, അതുകൊണ്ടാ പഠിക്കാനേന്ന് പറയും. റെക്കോർഡ് ചെയ്തിട്ട് അയക്കാൻ വേണ്ടി അറിയാത്ത കാര്യം പറഞ്ഞു കൊടുക്കേയില്ല. ഇതേപോലെ പറയാം റെഫർ ചെയ്തിട്ട് പറയാം എന്ന് പറയും, അല്ലെങ്കിൽ ഇവര് പറയും പരീക്ഷയ്ക്ക് ടീച്ചർ അത് പഠിപ്പിച്ചു തന്നു എന്ന് പറയും. വെള്ളം മനസ്സിൽ കള്ളമില്ല, അതാണ്. അവരങ്ങനെ തന്നെ പോയി പറയും. നമുക്ക് നാണക്കേടാണ്, അത്രേ ഉള്ളൂ. നമ്മൾ നാണം കെടും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെന്താണ്, എന്തെങ്കിലും കടിച്ച പൊട്ടാത്ത ഡൗട്ട് പിള്ളേര് ചോദിച്ചു കഴിഞ്ഞാല് ബബ്ബ പറയരുതിട്ടോ അവിടെ ഇരുന്ന് അയ്യോ അറിയില്ല എന്നൊക്കെ നമ്മുടെ ഫേസിൽ അറിയാത്ത ഒരു എക്സ്പ്രഷൻ പോലും വരരുത്. അത് എങ്ങനെയെങ്കിലും ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. ടീച്ചേഴ്സിന് ഏറ്റവും വേണ്ട ഒരു കഴിവാണത്. സിറ്റുവേഷൻ മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അറിയില്ലെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തിരിക്കില്ലേ, അതേപോലെ. ഞാൻ എങ്കിലും മനസ്സിലായില്ലല്ലോ എനിക്ക് എന്താണ് അയച്ചത്. മലയാള സ്ലാങ് മാറും കേട്ടോ, ശ്രമിക്കൂ. സത്യമായിട്ട് മാറും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മൾ അറിയാണ്ടെങ്കിൽ പറയും. നമുക്ക് ഈ നാണക്കേടുണ്ടാ നമ്മൾ പറയാത്തെ. മിസ്സേ ഞാൻ ലീവ് ചെയ്തിട്ടേ നമുക്ക് സ്കൂൾ ഇവിടെ ലഞ്ച് ആയി. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, മലയാള സ്ലാങ് എന്തായാലും മാറും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ഓരോ സെന്റൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരുപാട് സെന്റൻസ് ഇല്ലേ, നിങ്ങൾ ഡെയിലി എന്തൊക്കെ കാര്യങ്ങൾ പറയാറുണ്ട് മലയാളത്തില്? ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഇതിന്റെ എല്ലാം നിങ്ങൾ ഇംഗ്ലീഷ് എടുത്ത് വെക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ മലയാളം പറയുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് തന്നെ പറയാം. പിന്നെ ഇത് ഫ്ലുവന്റ് ആകും. പതുക്കെ സ്ലാങ് ഒന്ന് മാറ്റി പിടിക്കുക. ഇംഗ്ലീഷുകാർ പറയുന്ന പോലെ അത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ അത് കിട്ടും. പിന്നെ നിങ്ങൾ ആ മലയാളം പറയുന്ന സ്ഥലത്ത് ഈ ഇംഗ്ലീഷേ പറയൂ. മനസ്സിലായോ? കേൾക്കുന്നവര് ഓക്കെ നീ നന്നായിട്ട് പറയുന്നുണ്ടല്ലോ എന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, നിങ്ങൾ സെറ്റാണ്. പിന്നെ നിങ്ങൾ ആ സ്ലാങ് തന്നെ പറയൂ. ഇത് ഷുവറാണ്. അപ്പൊ നമ്മൾ ശ്രമിക്കാത്തോണ്ടാണ് കേട്ടോ. നമ്മൾ ശ്രമിക്കുക, നാണക്കേടൊന്നും വിചാരിക്കണ്ട. കളിയാക്കുന്നതിന് കളിയാകട്ടെ, അതെന്തും നടക്കും. ഓക്കെ, അവരൊരിക്കലും നമുക്ക് നല്ലത് പറയില്ല, ശിക്കണ്ട. നമുക്ക് നല്ലതാണ്, നമ്മൾ പറയുന്നത് കറക്റ്റ് ആണ്, ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, നമുക്ക് അറിയാലോ. ഏകദേശം നിങ്ങൾ ഒരുവിധം ഇംഗ്ലീഷൊക്കെ പഠിച്ചല്ലോ, നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഏകദേശം ഐഡിയ ഉണ്ട് ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കുക, എങ്ങനെ പറയാം എന്നൊരു ഐഡിയ ഉണ്ട് അല്ലെ? സോ അതുകൊണ്ട് നിങ്ങൾ അത് മാക്സിമം പറയാൻ നോക്കുക, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. പതുക്കെ സ്ലാങ് മാറി വരും. അപ്പൊ കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ് കേട്ടോ. നിങ്ങൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും അത്. അയ്യോ ഞാൻ ഇത്രയും നന്നായിട്ട് പറഞ്ഞോ, ഞാൻ തന്നെയാണോ പറയുന്നത്. എവിടെ പോകാനും മക്കളുടെ കൂടെ സ്കൂളിൽ പോകാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു ധൈര്യമായിരിക്കും ലാംഗ്വേജ് കയ്യിലുണ്ടെങ്കിൽ. മനസ്സിലായോ? അതുകൊണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, നന്നായിട്ട് പറഞ്ഞ് തന്നെ പഠിക്കുക. ഇംഗ്ലീഷ് മൂവീസ് കണ്ടിട്ട് ആ സെയിം ഡയലോഗ് അവർ പറയുന്ന പോലെ തന്നെ പറയാം. ഓക്കെ, അതാണ് പറയുന്നത് കോപ്പി പേസ്റ്റ് ചെയ്യുക. ശരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമിറ്റേറ്റ് ചെയ്യുക, അതാണ് കറക്റ്റ് ആയിട്ട് പറയാനുള്ളത്. അനുകരിക്കുക, അവര് പറയുന്ന പോലെ തന്നെ നമ്മൾ പറയാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ലാംഗ്വേജ് കിട്ടും. ഇപ്പൊ പുറത്തൊരാള് ഇംഗ്ലീഷ് പറയാത്ത ഒരാള് മലയാളം പറഞ്ഞ എങ്ങനെ ഇരിക്കും? നമുക്ക് അറിയാൻ പറ്റില്ല. അവർ പറയുന്ന മലയാളം കേൾക്കുമ്പോൾ അവർ മലയാളി അല്ല, നമ്മൾ കളിയാക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ അവരും ചിരിക്കും. സോ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കാം, അവർ പറയുന്ന പോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ പറയാം. ഏത് ലാംഗ്വേജ് ആണെങ്കിൽ ഇമിറ്റേഷൻ ആണ് ഇമ്പോർട്ടന്റ്. മനസ്സിലായോ? അതിന് നാണക്കേടൊന്നും വിചാരിക്കണ്ട. പെർഫെക്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. സോ ഒരു ദിവസം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പറയും, അങ്ങനെ വിശ്വസിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയൊക്കെ പറയാനുള്ളൂ. കുറച്ച് റിലാക്സ് ചെയ്തു, ക്ലാസ് എടുത്തു.
പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും എടുത്തില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റി. പൊതുവെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റാത്തതാണ് എനിക്ക്. ഓക്കെ, അപ്പോ ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം എഴുതാം. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി ടെൻഷൻ വരും. ഒരിക്കലും ടെൻഷൻ വരരുത് കേട്ടോ, മണ്ടത്തരാണ്. ടെൻഷൻ വന്നു കഴിഞ്ഞാല് പഠിച്ച കാര്യങ്ങൾ പോലും മറന്നു പോകും. മനസ്സിലായോ? അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നു, ചിലപ്പോ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ എക്സാമിൽ വന്നേക്കാം. നിങ്ങൾ എക്സാമിൽ ചിലപ്പോ ആ സെയിം ക്വസ്റ്റ്യൻ വരുമ്പോ ചിലപ്പോ ഇത് എനിക്ക് അറിയാലോ എന്ന കാലത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ചിലപ്പോ ആൻസർ മറന്നു പോകും. മനസ്സിലായോ? അതുകൊണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് കൂൾ ആയിട്ട് എക്സാം എഴുതാം. ഈ ടേം 1 എക്സാമിന് മാർക്ക് ഒന്നും നിങ്ങളുടെ മെയിൻ എക്സാമിന് എടുക്കില്ല, അത് ആദ്യം മനസ്സിലാക്കും. ജസ്റ്റ് ഒരു മോഡൽ എക്സാം ആണ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ വരാം, എങ്ങനെയാണ് എക്സാം എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി ഒരു എക്സാം വേണ്ടി മാത്രമാണ്. മെയിൻ എക്സാമിൽ ഇതിന്റെ മാർക്ക് ഒന്നും എടുക്കില്ല. ഓക്കെ, അതുകൊണ്ട് കൂൾ ആയിട്ട് റിലാക്സ് ചെയ്ത് എക്സാം എഴുതാം. എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ ആൻസർ ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. കാരണം പെട്ടെന്നുള്ള തിരക്കിൽ നിങ്ങൾ ചെയ്ത ആൻസർ ഏതെങ്കിലും തെറ്റാണെങ്കിൽ അറിയാൻ പറ്റും. ഓക്കെ, ടേം എക്സാം ടഫ് ആയിട്ടുണ്ടാവോ? ടഫ് ഈസിയും എന്ന് നിങ്ങൾ പഠിക്കുന്ന പോലെ ഇരിക്കും. അതെ അതെ അതെ, ഓക്കെ ഓക്കെ, ആലോചിക്കാം. എല്ലാവർക്കും അതെ. മെയിൻ എക്സാമിനാണെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നെ വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് 6ഉം 7ഉം ബാച്ച് കഴിഞ്ഞു. അപ്പൊ മെയിൻ എക്സാമിന്റെ ടൈം ആയിട്ടുണ്ട് അവർക്ക്. അപ്പൊ എന്നെ വിളിക്കുന്നുണ്ട് ക്വസ്റ്റ്യന് വേണ്ടി, മോഡൽ ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടി. ഓക്കെ, അതുപോലെ നിങ്ങൾ വിളിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് കൂൾ ആയിട്ട് എഴുതാം, ടെൻഷൻ ഒന്നും വേണ്ട. കുറച്ചുകൂടെ സമയമുണ്ട്, എക്സാം എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് സമയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യേണ്ട, ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാം, വായിച്ചു നോക്കാം. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് തന്നെ അറ്റൻഡ് ചെയ്യാമെങ്കിൽ അറ്റൻഡ് ചെയ്യൂ, അതോടെ ആ ടെൻഷൻ തീരുമല്ലോ. ഓക്കെ, അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, കൂൾ ആയിട്ട് എക്സാം എഴുതാം. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, നന്നായിട്ട് എക്സാം എഴുതി നല്ല മാർക്ക് കിട്ടട്ടെ എല്ലാവർക്കും. താങ്ക് യു മാം. ഓക്കെ, അപ്പോ സൈൻ ഔട്ട് എന്തെങ്കിലും ഉണ്ടോ? Yes, ma'am. പറയൂ. Surely. Future depends on what we do in present. Mahatma Gandhi. Thank you, ma'am. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പ്രാർത്ഥിക്കുക. താങ്ക് യു മാം. ഓക്കെ, Thank you, ma'am. താങ്ക് യു. Bye. Thank you, ma'am.